നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിനെതിരെ പോരിനിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഗവർണറുടെ വിഡ്ഢിവേഷം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് എന്നാണ് MV ഗോവിന്ദൻ പരിഹസിക്കുന്നത്. ഭരണഘടനയിൽ ബാഹ്യമായ ഇടപെടൽ നടത്തുന്നു. സാധാരണ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഗവർണർ പ്രവർത്തിക്കുന്നത്. SFI പ്രവർത്തകർ വണ്ടിക്ക് അടിച്ചു എന്നത് ശുദ്ധ കള്ളമെന്നും മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കി. പ്രതിഷേധക്കാർ വാഹനത്തിന് അടുത്തുപോലും എത്തിയിരുന്നില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്നടക്കം വളരെ വ്യക്തമാണ്. പലതും എന്ന പോലെ ഇതും കളവാണ്. മറ്റു ചില ഉദ്ദേശങ്ങൾ ഇതിനു പിന്നിലുണ്ടെന്നും അതിന് അദ്ദേഹം വിഡ്ഢിവേഷം കെട്ടുകയാണ് എന്നും പറയുന്നു. അത് കേരളത്തിൽ ഏശുകയില്ല. തെറ്റായ ഒരു പ്രവണതയും അംഗീകരിക്കുകയുമില്ല. ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. X പോയി Y വരും. അതുകൊണ്ട് തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വരണം. ചിലപ്പോൾ ഇനിയും ഇതുപോലെയുള്ള RSSകാരാകും വരുന്നത്. CRPF വന്നതുകൊണ്ട് ആരും ഗവർണർക്കെതിരായ പ്രതിഷേധം അവസാനിപ്പിക്കുകയുമില്ല. പ്രഖ്യാപിച്ച പ്രതിഷേധങ്ങളെല്ലാം ആര് വന്നാലും നടക്കും. കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ മാത്രമല്ല ഒന്നിലും നടപടിക്രമം പാലിച്ചിട്ടില്ല. നിയമപ്രകാരമല്ലെങ്കിൽ ഗവർണർ ഇങ്ങനെ പെരുമാറുമോ എന്നും ഗോവിന്ദൻ ചോദിക്കുകയാണ്. രാജ്ഭവന്റെ CRPF സുരക്ഷയിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാർ ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമെന്ന് സർക്കാർ നയം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഗോവിന്ദന്റെ ഈ പ്രസ്താവന. CRPFനെ നിയമിച്ചുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. രാജ്ഭവന് മാത്രമാണ് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചത്. CRPF സേനാംഗങ്ങളുടെ എണ്ണം, ഡ്യൂട്ടി എന്നിവ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തവുമാണ്. ഇതിനുശേഷം കേരള പോലീസ് സുരക്ഷാ അവലോകന യോഗം ചേരും. ഇതെല്ലാം കേന്ദ്ര ഉത്തരവ് ലഭിച്ചതിന് ശേഷമാകും. ഗവർണറുടെ സുരക്ഷയുടെ പ്രാഥമിക ചുമതലയിൽ കേരള പോലീസ് തുടരുക തന്നെ ചെയ്യും. അതായത് കേരള പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കാതെയാവും CRPF സുരക്ഷ ഒരുക്കുക. നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഗവർണർക്ക് CRPF Z+ സുരക്ഷ ഏർപ്പെടുത്തിയത്. നിലമേലിലെ അസാധാരണ സംഭവങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ഗവർണറെ വിളിച്ചിരുന്നു. ഗവർണർ സർക്കാർ പോര് ഒട്ടും സാധാരണമല്ലാത്ത നിലയിലേക്ക് മാറിയതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ. കൊട്ടാരക്കരയിലെ ഒരു പരിപാടിക്ക് പോയ ഗവർണർക്കെതിരെ നിലമേലിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെയാണ് നാടകീയ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്.